ഹായ്, ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ വീട്ടിലെപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെതാണ്. ഉള്ളിൽ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുക്കുന്ന ഈ ബ്രെഡ് പോക്കറ്റ് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞു ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇതൊന്ന് വഴറ്റി സവാളയൊക്കെ ചെറുതായി കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ്. ഇത് നന്നായി വഴറ്റി മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 തക്കാളി കൂടെ ചേർക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതേപോലുള്ള സിമ്പിൾ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് നന്നായി ഒന്ന് വഴറ്റി മൂടി വെച്ച് നമുക്ക് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണം വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഇത് നന്നായി ചിക്കിയെടുത്ത ശേഷം എല്ലാം കൂടെ ഇതേപോലെ യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ബ്രെഡിന്റെ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കാനായി 1 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഈ ഒരു തിക്നെസ്സിലുള്ള ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കാനായി ഒരു ബ്രെഡ് പീസ് എടുത്ത് അതിൻ്റെ അരികൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിനു വേണ്ടിയുള്ള ബ്രെഡ് എടുക്കുമ്പോൾ നല്ല മോയിസ്റ്റായ ഫ്രഷ് ആയ ബ്രെഡ് വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പരത്തി എടുക്കുമ്പോൾ അത് വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകും. ഇത് ഇതേപോലെ ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തയ്യാറാക്കിയ മസാല ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ചീസ് കൂടെ ഞാനിവിടെ വെച്ചു കൊടുക്കുകയാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നേരത്തെ തയ്യാറാക്കിയ മൈദ പേസ്റ്റ് ചുറ്റിലുമായി തേച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ റോൾ ചെയ്ത് 2 സൈഡും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് തിരിച്ചു മറിച്ചുമിട്ട് ഇതേപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ മസാല ഫില്ലിംഗ് അളവിൽ നിന്നും നമുക്ക് ഏകദേശം 8 മുതൽ 10 വരെ ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കാൻ കഴിയും. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ Thank you for watching. Bye.